നമസ്കാരം. ടെലിവിഷൻ അവതാരകനായിട്ടുള്ള സാബുമോൻ കഴിഞ്ഞ ദിവസം ഈ സമൂഹത്തിനോട് ചെയ്ത വലിയ ഗുണകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിലെ ചില മഞ്ഞകൾ, ഇക്കിളികൾ മുഖം മറച്ചു വെച്ച് സമൂഹത്തിൻ്റെ ഇടയിലെ ചില വൈകൃത കാഴ്ചകളും അല്ലെങ്കിൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തികളുടെ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് മരണ വീടായിക്കോട്ടെ, കല്യാണ വീടായിക്കോട്ടെ, എവിടെയും ഇടിച്ചു കയറി അവരുടെ സ്വകാര്യതകളിലേക്ക് ഈ മൊബൈൽ ചലിപ്പിക്കുന്ന കുറേയേറെ മഞ്ഞകൾ ആരൊക്കെയെന്ന് ഈ സമൂഹത്തിന് കാട്ടിത്തന്നൊരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഈ നാട് കണ്ടിരിക്കുന്നവരാണ്. നീലക്കുയില്, മഞ്ഞക്കുയില്, ചുവപ്പ് കുയില് തുടങ്ങി പല പേരുകളിൽ ഓരോ വ്യക്തികളും ഏതെങ്കിലും സ്വകാര്യ ചടങ്ങുകളിൽ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ളവർ, അവർ ഒരു സ്വകാര്യ ചടങ്ങുകളിൽ വരുമ്പോൾ ക്യാമറകൾ ഒരു പ്രത്യേക ആംഗിളിൽ കൊണ്ടുവച്ച് അവരുടെ ഈ സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അതിനെ മസാല ക്യാപ്ഷനിലൂടെ പുറത്തേക്ക് പ്രചരിപ്പിച്ച് അത് വിറ്റ് കാശാക്കി ജീവിക്കുന്ന കുറെ മുഖമില്ലാത്ത മനുഷ്യരുടെ മുഖങ്ങൾ ഈ നാടിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദൃശ്യം കണ്ടപ്പോൾ പ്രധാനമായിട്ട് തോന്നിയൊരു കാര്യം, അതായത് അതിൽ 2-3 സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. മാസ്ക് വെച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ആ ക്യാമറ അവരുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ അവർ ഓടി ഒളിക്കുകയാണ്. അതെന്തിനാണ്? നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഓരോ കല്യാണ വീടുകളിലും മരണ വീടുകളിലും ക്ഷണിക്കപ്പെടാതെ ചെന്ന് ഓരോരുത്തരുടെയും സ്വകാര്യതകളെ അതിങ്ങനെ ഒപ്പിയെടുത്ത് അതിനെ കച്ചവടമാക്കി മാറ്റുകയാണ്. അതിന്റെ പഴി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ കൂടി കേൾക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ സീരിയൽ താരങ്ങളോ സിനിമാ താരങ്ങളുടെ വീടുകളിലെ കല്യാണമോ മരണമോ എന്തു ആയിക്കോട്ടെ, അവിടെ തിക്കുതിരക്കുണ്ടാക്കി മറ്റുള്ളവരുടെ വേദനകൾ, സന്തോഷങ്ങൾ, ഇവിടെയെല്ലാം നിങ്ങൾ പ്രത്യേക ലോ ആംഗിളുകളിൽ ക്യാമറകൾ സെറ്റ് ചെയ്ത് അവരുടെ സ്വകാര്യ ഇടങ്ങളൊക്കെ കാണിച്ച് ചിലരെ ഇക്ലിപ്പെടുത്തിക്കൊണ്ട് കാശുണ്ടാക്കുന്ന മഞ്ഞകൾ ആരൊക്കെയാണെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. പലർക്കും ക്യാമറകൾക്ക് മുന്നിൽ വന്ന് മുഖം കാണിക്കാൻ ഒരു ചളിപ്പുണ്ടാകുന്നുണ്ട്, ഓടി മാറുന്നുണ്ട്. എന്തുകൊണ്ട്? എന്തായാലും സാബുമോൻ ചെയ്ത ആ പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇമാതിരി തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ, അല്ലെങ്കിൽ ഈ ഇക്കിളികൾ, മഞ്ഞകൾ, മസാലകൾ, ഇവന്റെയൊക്കെ ഉള്ളിലെ മനോരോഗങ്ങൾ അതേപടി ചിത്രീകരിച്ച് അതിനെ ഇതുപോലുള്ള ചില സോഷ്യൽ മീഡിയകളുടെ പിറകിൽ ഒളിച്ചിരുന്ന് പ്രചരിപ്പിക്കുന്ന മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ആ ദൃശ്യം നിങ്ങളൊന്ന് കണ്ടേ. ഇവന്മാരെ ഇപ്പോഴേ കാണാൻ കിട്ടുള്ളൂ. എന്റെ മുഖം എടുത്തിട്ടേ പോകുള്ളൂ. അത് ശരി, നന്നായിട്ടുണ്ട്. അതെ അതെ, അത് ഒന്നുമില്ല, വേറെ ഒന്നുമല്ല, നിങ്ങളെയൊക്കെ ഇപ്പോഴേ ഒരുമിച്ച് കിട്ടുള്ളൂ. മുഖംമൂടിയുണ്ട്. ഇതാണ് റിസപ്ഷൻ, ഇതല്ലേ കല്യാണം. ഇവിടെ ഒരാൾ ഓടി. എങ്ങനുണ്ട് കല്യാണം? എങ്ങനുണ്ട് റിസപ്ഷൻ? എങ്ങനെയുണ്ട്? അത് നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങളല്ലേ സെലിബ്രിറ്റി? അല്ലല്ലേ, നിങ്ങളെ ഞാൻ പറയുന്നത് പേപ്പറാസീസ് ആണ്. അപ്പൊ നിങ്ങൾ പേപ്പറാസീസ് ഓൾസോ സെലിബ്രിറ്റീസ്. നീ നീലക്കോയിലാണ്. നീയാണോ നീലക്കോയില്? എടാ, ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്, നീലക്കോയില് ഞാൻ ആദ്യം കേൾക്കുന്നതാണ്. നീ എന്തിനാടാ ഇതിന്റെ ഇടയിൽ? ഞാൻ പാപ്പരസികളെ പോകേണ്ടി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനൊന്നും ഇല്ല. ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട്. കാരണം നീ പെമ്പിള്ളേരുടെ വേറെ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് ലോ ആംഗിളിന്റെ കേട്ടില്ലോ. എന്റെ ലോ ആംഗിൾ ഇല്ലല്ലോടാ, എന്റെ ലോ ആംഗിളാ. എല്ലാരും കിട്ടിയെന്ന് കേട്ടെ, എല്ലാരും. ഇത് നീലക്കോലല്ലേ? ഇത് കള്ളക്കോലുണ്ട്. ഞാൻ കള്ള സാധനം വിളിക്കുന്നത് ഏതോ കേസിലെ പ്രതിയാണ് കേട്ടോ. ഇത് കാര്യം എന്തെന്നറിയാം, മുഖം വെളി വന്നു കഴിഞ്ഞാൽ അപ്പൊ അകത്താണ്. എന്നോടാ പാലാന്നല്ലേ ഇല്ലേ? എല്ലാവർക്കും ഒരു ഇതുണ്ട്. എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ക്യാമറ ഫേസ് ചെയ്യുള്ളൂ. നീലക്കുയിലുകാരനൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിന്നതിന് ശേഷം ഇവരെ കരുതി സെലിബ്രിറ്റികൾക്കെല്ലാം പല ഇടങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർക്ക് സ്വകാര്യ ഇടങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ സാരി അങ്ങോട്ട് മാറുന്നോ ഇങ്ങോട്ട് മാറുന്നോ ചുരിദാർ മാറുന്നോ എന്നൊക്കെ നോക്കി ഹൈ ആംഗിള്, ലോ ആംഗിള്, മിഡ് ആംഗിൾ തുടങ്ങിയ ആംഗിളുകളിലൊക്കെ
പൊസിഷൻ പിടിച്ചുകൊണ്ട് മസാല ഷോട്ടുകൾ വെക്കുന്നത് ഇമാതിരി ഞരമ്പൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. അതല്ലാതെ മറ്റൊരു പേര് പറയാൻ പറ്റില്ല. ഒരിടങ്ങളിൽ വരുമ്പോൾ ഇപ്പോൾ ക്യാമറകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ആംഗിളുകളും ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് കിടുക്കാച്ചി രംഗം ഇങ്ങനെയുള്ള ചില മഞ്ഞ ക്യാപ്ഷൻ കൊടുത്തിട്ട് ചില ഞരമ്പന്മാരെ ഉത്തേജിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊടുക്കുന്ന ഈ പ്രവർത്തനം, അതിനെ ഈ നാട്ടിൽ പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നാണ്. മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് തന്നെ വലിയ തോതിൽ ദുഷിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കാട്ടുന്ന മുഖങ്ങളാണ് നിങ്ങൾ കണ്ടത്. എല്ലായിടങ്ങളിലും പൊതുവെ വിമർശനം ഉയരുന്ന ദൃശ്യമാധ്യമങ്ങൾ വേറൊരു വിഭാഗക്കാരാണ്. അവർ ന്യൂസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോൾ ഇമാതിരി ഇക്കിളി കാര്യങ്ങൾ എടുക്കുന്നവരും സ്വയം ചമയുന്ന മാധ്യമ പ്രവർത്തകരായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ പ്രവൃത്തി ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് സാബുമോൻ അവരിലേക്ക് ഫോൺ തിരിച്ചപ്പോൾ ഓടി ഒളിക്കുന്നത്, മുഖം കാണിക്കാൻ മടിക്കുന്നത്? ഇപ്പോ ഞാനൊരു പ്രവർത്തനം ചെയ്യുന്നതാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു പേജിലൂടെ പൊളിറ്റിക്കലോ എന്റെ അഭിപ്രായങ്ങളോ പറയുന്ന ഒരാളാണ്. ഒരിക്കലും എന്റെ മുഖം മറച്ച് ഒരു കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമില്ല. ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ഒരു വിഷയത്തിൽ എന്റെ അഭിപ്രായങ്ങൾ പറയാറുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇക്കിളിത്തരങ്ങൾ ആരാണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് അറിയാൻ പറ്റാതെ, അഡ്മിനോ ഒന്നിനെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഞ്ഞ പ്രവർത്തനങ്ങൾ പലരുടെയും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ആ സ്വകാര്യതയിലുള്ള കടന്നുകയറ്റം കയറി ചിലർക്ക് വേണ്ടി പ്രത്യേക ആംഗിൾ സൃഷ്ടിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ മസാലയും മഞ്ഞയൊക്കെ ഉണ്ടാക്കി അത് വിറ്റ് കാശടിക്കുന്ന ഈ ടീംസ്, അവരെ കൃത്യമായിട്ട് സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തോന്നിവാസങ്ങൾ ഈ പേജുകളിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ആരാണ് നീലക്കുയിൽ, പേര് തന്നെ കണ്ടില്ലേ, നീലക്കുയിൽ, എല്ലാത്തിലും ഒരു ബ്ലൂ ഉണ്ട്. ആ മനോഭാവമുള്ളവന്മാരൊക്കെ ആരാണെന്ന് സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇമാതിരി ഊളത്തരങ്ങൾ അത് മാധ്യമ പ്രവർത്തനം എന്ന പേരിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. കൃത്യമായി ഇവർക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും ഇവർ കടന്നു ചെല്ലുമ്പോൾ പല നടിമാർക്ക് രൂക്ഷമായിട്ട് ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഗോസിപ്പ് ഉണ്ടാക്കി വിടുക, അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. ഇത്തരം ആൾക്കാരെ അത് മുഖം മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷയത്തിൽ കൂടി കേരളത്തിലെ സംവിധാനങ്ങൾ ഇടപെടേണ്ടതുണ്ട്, അമർച്ച ചെയ്യേണ്ടതുണ്ട്. മര്യാദയുടെ സീമ ലംഘിച്ച് കടന്നു പോകുന്നവരെയെല്ലാം അത് ഈ മുഖം കാണിക്കാതെ മറഞ്ഞിരുന്ന് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ആളറിയാത്തത് കൊണ്ട് പലരും സഹിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ അവകാശമായി മാറുന്ന ആ രീതിയെ അത് കൃത്യമായി നിയന്ത്രിക്കേണ്ട സന്ദർഭം തന്നെയാണ്. അതിന് ഒരു അവസരം ഒരുക്കിയിട്ടുള്ള സാബുമോൻ എന്ന സിനി ആർട്ടിസ്റ്റിനെ അഭിനന്ദിക്കാതെ തരമില്ല എന്ന് പറയേണ്ടി വരികയാണ്.